വീട്ടിൽ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ നോക്ക്, എന്തായാലും ഇഷ്ടമാവും. ഒരിക്കൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൊരു റെസിപ്പിയാണ്. അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയെന്ന് മാത്രം. വഴുതനങ്ങ ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് തിന്നാക്കണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് വഴുതനങ്ങ നല്ലോണം തേച്ച് കൊടുക്കുക. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് കേട്ടോ എന്റെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മൾ വഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഒരു സെറ്റ് ചട്ടിയിലും ഒരു സെറ്റ് എയർ ഫ്രയറിലുമാണ് ഫ്രൈ ചെയ്തത്. ഇനി സെയിം പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലോണം സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം പടം നല്ലോണം ഒന്ന് വഴണ്ട് വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു മിക്സ് ഉണ്ടാക്കാനുണ്ട്. ഇതാണ് ഈ റെസിപ്പിയുടെ ഹൈലൈറ്റ്. ചെറിയ ജീരകം പൊടിച്ചത്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി ഇതൊക്കെ പാടെ നല്ല കട്ട തൈരിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പുളി ഇല്ലാത്തതായിരിക്കണേ. ഈ മിക്സ് നമ്മൾ മസാലയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ സംഭവം റെഡി. ഇനി ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ സംഭവം സെറ്റ്. ഈ പണ്ടൊക്കെ, അതായത് കുക്കിംഗ് തുടങ്ങിയ ടൈമിലൊക്കെ എനിക്ക് മല്ലിച്ചപ്പ് കറിയിൽ ഇടുക എന്ന് പറയുമ്പോൾ എന്തിനാ വെറുതെ ടേസ്റ്റ് കളയുന്നു തോന്നും. പക്ഷെ ഇപ്പം എനിക്കതില്ലാതെ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ, അതൊരു രസം തന്നെയാണ്. പക്ഷെ അധികമാവാൻ പാടില്ല എന്ന് മാത്രം. എനിക്കിത് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചപ്പാത്തിൻ്റെ കൂടെയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക്